വെരി വെരി ഗുഡ് മോർണിംഗ്. ഒരു ദീപാവലി ഓഫർ പോലെയാണ്. 330 പോയിൻ്റാണ് മാർക്കറ്റ് അപ്പാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 330 പോയിൻ്റ് മാർക്കറ്റ് അപ്പ്. അപ്പോൾ ഇന്നലെ കാണാത്ത ഒരു ഗുഡ് ന്യൂസ് എന്താണ്? യു എസ് ട്രേഡ് ഡീൽ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇഷ്യൂ 3 മാസം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ഇവിടെ ക്ലോസ് ആവുന്നു. 15 തൊട്ട് 17% വരെയായിരിക്കുന്നതാണ് ഏകദേശ ഊഹം. ഇത് ഹാപ്പിയാണ്. ഒന്ന്, ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് കുറച്ചു എന്നുള്ളതാണ് അടുത്തത്. റഷ്യ ഓയിൽ വാങ്ങുന്നത് കുറച്ചു. ഓക്കെ, അപ്പോൾ ഹാപ്പിയായി ട്രംപ്. 2, ഇതിന് പുറത്തേക്കുള്ള പറയാണ്, ട്രംപ് ഇന്ത്യയെ വിളിച്ചിട്ട് ദീപാവലി ആശംസകൾ മോഡീനെ അറിയിക്കുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോസിറ്റീവ് ട്രെൻഡിനുള്ളതാണ്. ഇന്നത്തെ അപ്പ് ട്രെൻഡിൽ വാങ്ങാൻ പറ്റാത്തവരെ സംബന്ധിച്ചും ലോങ് ടൈമിലേക്ക് ഒരു പോസിറ്റീവ് ആയി മാറിയിരിക്കുന്നു മാർക്കറ്റ്. അതേസമയം ചൈനയോട് പറയുന്നു 155% മുകളിലും വയ്ക്കുമെന്ന്. ഗെയിം മാറുന്നതാണ്ടോ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഡീല് ക്യാൻസലാകുന്നു, ചൈനയുടെ പുറത്ത് കൂടുതൽ പ്രഷർ താങ്ങുന്നു, ഇന്ത്യക്ക് സോഫ്റ്റ്നെസ് കിട്ടുന്നു. എന്തായാലും മുന്നോട്ട് പോട്ടെ മാർക്കറ്റ്. നല്ല കച്ചവടക്കാരെ പോലെ തന്നെ FIS ബൈ ചെയ്യുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെല്ല് വരുന്നു. ഓക്കെ, എന്തായാലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് അനിവാര്യമാണ്. 3 മന്തായിട്ട് അവർ പൊസിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് പൊസിഷൻ മുകളിൽ നിന്ന് സെല്ല് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. FISനെ സംബന്ധിച്ച് ന്യൂ ബൈ എടുക്കേണ്ട സമയമാണ്. അപ്പോൾ ഈ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ലെവൽ ടൈമിലേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ രണ്ടാൾക്കൊന്ന് സെറ്റാവാൻ സമയമെടുക്കും. എങ്കിൽ തന്നെയും നമുക്കറിയാമല്ലോ, ഇപ്പോൾ പബ്ലിക്കിനെ സംബന്ധിച്ച് ഗുഡ് ന്യൂസ് ആയ കാരണം കണ്ടിന്യൂസ് അപ് ട്രെൻഡ് തന്നെ മാർക്കറ്റിൽ ഉണ്ടാവാൻ തന്നെ സാധ്യത. അഡാനി സ്റ്റോക്കുകൾ, അപ്പോൾ ഇതിൽ ഹാപ്പിനെസ് അഡാനിക്കും വരണമല്ലോ. അപ്പോൾ അഡാനി സ്റ്റോക്സുകളൊക്കെ വെറുതെ കാണിച്ചു തന്നുള്ളൂ, വേണ്ടത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയും സ്റ്റോക്സ് അഡാനി റീജിയനിൽ അഡാനി ഇത്രയും സ്റ്റോക്സ് ഉള്ളപ്പോൾ സെലക്ട് ചെയ്യാവുന്ന സ്റ്റോക്സുകൾ വെറുതെ എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സീലിങ്ങിന് മുമ്പ് കിറ്റക്സ് ഓർഡർ ഇട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഭാഗ്യമായിട്ട് എടുക്കാം. കാരണം മാർക്കറ്റിൽ ട്രെൻഡ് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നത് കിറ്റക്സിനും കൂടിയായിരിക്കും. അതുപോലെ വാരി എനർജി അവർക്ക് ബെനിഫിറ്റ് കൂടും സോളാറിൽ. അപ്പോൾ സോളാർ കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവ് ട്രെൻഡാണ്. അപ്പോൾ ദീപാവലി ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയാണ് ദീപാവലി ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യക്ക്. അപ്പോൾ അതിൻ്റെ ന്യൂസുകളാണ് മിൻറ്റിലൊക്കെ ടോപ്പ് ന്യൂസായിട്ട് എടുത്തിരിക്കുന്നത്. ചെക്ക് ചെയ്യാവുന്നവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ട്രെൻഡ് മുഴുവൻ പോസിറ്റീവാണ്. ഷോർട്ട് കവറിങ് വീണ്ടും ഓൾറെഡി ഒരു ഷോർട്ട് കവറിങ്ങും പ്രോഫിറ്റ് ബുക്കിങ്ങും മുകളിൽ നിന്നുണ്ടാവും. എങ്കിലും ഷോർട്ട് അടിക്കാൻ ആർക്കും ഈ മാർക്കറ്റിൽ ധൈര്യം കുറവായിരിക്കും. കാരണം ഈ ന്യൂസുകൾ അപ്ഡേഷൻ പോസിറ്റീവ് ഇനിയും കണ്ടിന്യൂസ് ദിവസങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിൽ ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ ഇത്രയധികം നമുക്ക് പറയാനില്ല. കാരണം ഇത്രയും ഗിഫ്റ്റ് നിർത്തിക്കുമ്പോൾ ഒരു റിസൾട്ട് ന്യൂസോ ഒന്നും ഇതിൽ പ്രാമുഖ്യമുള്ള കേസല്ല. എല്ലാം റിക്കവർ ചെയ്യും. ഗോൾഡ് ഇതിനെ സംബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് ഗോൾഡ് ഡൗൺ ആണ്. ഓൾറെഡി അമേരിക്കൻ ഡൗൺ ആണ്, അതിൻ്റെ അടിയും വരും. പിന്നെ ഇന്ത്യൻ റുപ്പി അപ്രീസിയേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അടിയും വരും. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഷോർട്ട് അടിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഗോൾഡിലും സിൽവറിലും ഷോർട്ട് ചെയ്യാവുന്നതാണ്. ഗോൾഡ് ആൻഡ് സിൽവർ നമ്മളിത് 2 ആഴ്ച മുമ്പേ പറഞ്ഞതാണ്. ഇഷ്യൂസ് വരാൻ സ്റ്റാർട്ടായിട്ട് നിങ്ങൾ ഗോൾഡും സിൽവറും ETF ഒക്കെ വിൽക്കണമെന്ന് വീഡിയോ ശ്രദ്ധിച്ചവർക്കറിയാം. എനിക്ക് ഇന്ന് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് പോർട്ട്ഫോളിയോനെ കുറിച്ചിട്ടാണ്. പോർട്ട്ഫോളിയോ പല ആൾക്കാരും മാർക്കറ്റിൽ ഒരു വലിയൊരു നമ്മൾ ഒരു 25 കൊല്ലത്തെ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് പറയുന്നത്. പോർട്ട്ഫോളിയോ ഇല്ലാത്തതാണ് പല ക്ലയൻറ്റിനും പെർഫോം ചെയ്യാൻ പറ്റാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ നല്ലൊരു പണവും ആവശ്യമാണ്. അതും എല്ലാവർക്കും പറ്റണമെന്നില്ല. പക്ഷേ വളരെ സങ്കടമായുള്ള വസ്തുത, നല്ല പണമുള്ള ആൾക്കാർ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നേ ഇല്ല. അവർ മ്യൂച്വൽ ഫണ്ടിൽ വന്നിട്ട് വളരെ സിമ്പിൾ മ്യൂച്വൽ ഫണ്ടിലെ പോർട്ട്ഫോളിയോ, നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ അതുപോലെ കോപ്പി അടിച്ചിട്ട് ബിസിനസ് ചെയ്തോ, അപ്പോഴും കാശ് കിട്ടും. പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ
ആൾക്കാരുടെ കയ്യിൽ കാശില്ലാത്ത, ഞാൻ പറഞ്ഞതിൽ മിഡിൽ ക്ലാസ് തൊട്ട് താഴെ ലെവലിൽ ലോ ക്ലാസ് ഉദ്ദേശിച്ചത് പൈസ കുറവ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അവർ പിന്നെയും കറക്റ്റാണ്. കാരണം അവർ റിസ്ക് എടുക്കുന്നു, അതുപോലെ അവർക്ക് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുന്നില്ല. പക്ഷെ അവർ റിസ്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് റിവാർഡ് കിട്ടാൻ ചാൻസസ് കൂടുതലും വളരെ കുറവാണ് ചാൻസസ്. അപ്പോൾ അങ്ങനെ അവർ തോൽക്കുന്നതിൽ എനിക്കൊരു വിഷമം തോന്നാറില്ല. അവർക്കും നഷ്ടം തോന്നേണ്ട കാര്യമില്ല. കാരണം അവർ ലൈഫിൽ അവർക്ക് അതുമാത്രം പൈസ ഇല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ റിസ്ക്കുകൾ അവരെടുക്കും. ആ കാശ് പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറാറുണ്ട്. പക്ഷേ ഒരു മിഡിലിന് മുകളിലുള്ള ആൾക്കാർ എന്തുകൊണ്ട് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ചിന്താ വിഷയം തന്നെയാണ്. എന്തുകൊണ്ട് നല്ല കുറച്ച് ഷെയർസിൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെങ്കിൽ, അതിനൊരു കൊല്ലത്തിന് സമയം കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് 35-40% കിട്ടില്ല എന്ന് ആര് പറഞ്ഞു? പക്ഷേ പോർട്ട്ഫോളിയോ വളരെ കുറച്ച് ആൾക്കാരാണ്. നമ്മൾ ഓഫീസിൽ തന്നെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ പരിശോധിച്ചാൽ ഒരു 15-16 സ്റ്റോക്സ് കണ്ടിന്യൂസ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സും, അത് നല്ല സ്റ്റോക്സുകൾ പിടിക്കുന്ന ആൾക്കാർ, അതും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ അളവിലായിരിക്കും കാണുന്നത്. ഇനി അതിനേക്കാളും കൂടുതലായിരിക്കും 2-3 സ്റ്റോക്കുമ്പോൾ റിസ്ക് എടുക്കുന്നവർ കൂടുതലായിരിക്കും. അപ്പോൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹയർ ലെവലുള്ള ആൾക്കാർ ശ്രമിക്കുക. മാർക്കറ്റ് താഴ്ത്ത് വന്നാൽ അത് മുകളിൽ പോകേണ്ടത് ഗാംബ്ലിംഗ് സ്പിരിറ്റുള്ള മാർക്കറ്റാണിത്. അപ്പോൾ അത് തിരിച്ച് കയറി വരും എന്നുള്ളത് മറക്കരുത്. ഇൻഫ്ലേഷൻ ഡാറ്റ വെച്ചിട്ടും കയറി പോകേണ്ടതാണ്. അപ്പം നമ്മൾ എന്തായാലും മാർക്കറ്റിൽ ശ്രമിക്കേണ്ടത് പോർട്ട്ഫോളിയോ, നല്ല ക്ലയൻസുകൾ നല്ല പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നല്ല പോർട്ട്ഫോളിയോയിൽ ക്യാഷ് കിട്ടാത്തൊരാരുമില്ല. പലപ്പോഴും ചിലർ ലോസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് വിചാരിക്കേണ്ട, എൻ്റെ പ്രധാനപ്പെട്ട ചില ക്ലയൻസുകളിലൊക്കെ ഒരു പോർട്ട്ഫോളിയോ 500% പ്രോഫിറ്റ് കൂടുതൽ, 250%, 400% പ്രോഫിറ്റ്, ഇതൊക്കെ ചിന്തിക്കാൻ ഞങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മളെങ്ങനെ മറ്റുള്ളവരുടെ ഡാറ്റ കൊടുക്കാൻ പറ്റും? അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. 250 സ്റ്റോക്കൊക്കെ ഉള്ള പോർട്ട്ഫോളിയോകൾ ഇവിടെയുണ്ട്. അപ്പോൾ അതുപോലെ 250 സ്റ്റോക്ക് പോയിട്ട് ഒരു 50 സ്റ്റോക്സിൻ്റെ പോർട്ട്ഫോളിയോ എങ്കിലും എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക. 50 ഷെയറെങ്കിലും മിനിമം നോക്കുക. എത്ര ഷെയർ എടുക്കണമെന്നുള്ള ആ ഷെയറിൻ്റെ ലിക്വിഡിറ്റിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പം ഞാൻ പറയട്ടെ, ഒരു ഉദാഹരണം പറഞ്ഞാൽ അപ്പോളോ ഹോസ്പിറ്റൽ, അത് നിങ്ങൾ ഒരു ഷെയർ മേടിച്ചാലും മതി, ഹൈ ലിക്വിഡിറ്റി സ്റ്റോക്കാണ്. നിങ്ങൾ ഐഡിയയുടെ ഷെയർ എടുക്കുന്നു, ലോ ലിക്വിഡിറ്റി സ്റ്റോക്കാണ്, കൂടുതൽ എണ്ണ എടുക്കണം. ഇതാണ് ഇതിൻ്റെ താരതമ്യം ചെയ്യാവുന്നുള്ളത് കേസ്. ഞാൻ എണ്ണത്തിൻ്റെ കാര്യം, പ്രൈസും എണ്ണം തമ്മിലുള്ള വേരിയേഷനിൽ പ്രോഫിറ്റ് അവൈലബിലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ചെറിയ ഷെയർ ആകുമ്പോൾ അതിന് ലിക്വിഡിറ്റി കുറവാണെങ്കിൽ കൂടുതൽ എണ്ണം എടുത്ത് കളിക്കണം. ലിക്വിഡിറ്റി കൂടുതലാണെങ്കിൽ ഒരു ഷെയർ കളിച്ചാൽ മതി. MRFൻ്റെ ഒരു ഷെയർ നിങ്ങൾ കളിച്ചാൽ പോലും നിങ്ങൾക്ക് 3000-2000 വേരിയേഷൻ കിട്ടുന്നുണ്ട്. മനസ്സിലാക്കുക പോർട്ട്ഫോളിയോയുടെ പവർ. 2, ഇന്ത്യയിൽ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും നിങ്ങൾക്കറിയാമല്ലോ, അത് ബ്രോക്കിംഗ് ഫേം എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ ബ്രോക്കർ ആയിക്കോട്ടെ, എല്ലാവിടെയും ടൈറ്റാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവിടെയും ബിസിനസ് ഡള്ളാണ്. ജനങ്ങൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക? സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയാണ്. കാരണം അവിടെയും പൈസ കിട്ടുന്നില്ല. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് പെർഫോമൻസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറേ ഗോൾഡ് വാങ്ങിച്ച് കൂട്ടും. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് വീണ്ടും ഷെയർ മാർക്കറ്റിലേക്ക് തന്നെയാണ് വരിക, അല്ലെങ്കിൽ കിട്ടി മാർക്കറ്റിൽ. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും നിങ്ങൾക്ക് പെർഫോമൻസ് തരും നല്ല കൗണ്ടറിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോർട്ട്ഫോളിയോ ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നൊരു പോർട്ട്ഫോളിയോ ചോദിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ പോലും ചെയ്താൽ മതി. പലരും മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ചെറിയൊരു അംശം ബ്രോക്കറേജിനെ കുറിച്ചാണ് പറയാറുണ്ട്. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നുന്നു, നിങ്ങൾ കുറച്ച് നല്ല ബ്രോക്കറേജ് പൊക്കോട്ടെ, പക്ഷേ നല്ല സർവീസ് കിട്ടുന്ന ഫേമായിട്ട് സഹകരിച്ച് പോവുക. അതുപോലെ നല്ല പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്യാൻ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാവുന്നതാണ്. താങ്ക് യു.